കമ്പനിയുടെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്നറിയോ? ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസിന് വേണ്ടി എന്തൊക്കെ പണം, പ്രൊഡക്റ്റ് ബേസിലെ കമ്പനിന്റെ പറയുന്നത്, ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കാര്യമായി ബന്ധപ്പെട്ട് എത്ര പണം ചെലവായിട്ടുണ്ടോ അത് ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്. സർവീസ് സെക്ടർ ആകുമ്പോൾ പ്രൊഡക്റ്റ് ഇല്ല, ഇപ്പോൾ വരുന്ന എല്ലാം ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് 9 കാറ്റഗറിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ ഓപ്പറേഷൻ ഫണ്ട്, റെന്റ്, സാലറി, കറണ്ട് ബില്ല്, ഗവൺമെന്റ് ടാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടെയുള്ള ചെലവ് 55-നും 60% അല്ലെങ്കിൽ മാക്സിമം 65%-നുള്ളിൽ ഒതുങ്ങണം. അതിൽ കൂടാൻ പാടില്ല. മാർക്കറ്റിങ്ങിന് ഫണ്ട് മാറ്റി വെക്കണം. എക്സ്പാൻഷന് വേണ്ടി, കമ്പനി എക്സ്പാൻഷന് വേണ്ടി ഫണ്ട് മാറ്റി വെക്കണം. 6 മാസം മുതൽ 12 മാസം വരെയുള്ള കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിശ്ചിത ശതമാനം ഫണ്ട് മാറ്റി വെക്കണം. നമ്മുടെ സ്റ്റാഫിനെ ട്രെയിനിങ് കൊടുക്കാനും ബോണസ് കൊടുക്കാനുള്ള ഒരു 7 മുതൽ 8% വരെ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഫണ്ട് മാറ്റി വെക്കണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് മാറ്റി വെക്കണം. ചാരിറ്റിക്കുള്ള ഫണ്ട് മാറ്റി വെക്കണം. ഓണർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ശതമാനം എടുക്കാനുണ്ടാവില്ല. ഡെപ്റ്റ് ഉള്ള കമ്പനിയാണെങ്കിൽ 10 മുതൽ 15% ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട് നിങ്ങൾ ലാഭമായി എടുക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം കമ്പനിയിൽ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, കമ്പനി ബേസ്ഡ് ഡെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കമ്പനി ബേസ്ഡ് ഡെപ്റ്റ് അടയ്ക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പരമാവധി ഫണ്ട് എന്ന് പറയുന്നത് 8 മുതൽ 15% വരെയാണ്. ഇങ്ങനെ 100% വേണ്ട പോലെ സ്പ്ലിറ്റ് ചെയ്ത് ഈ 9 കാറ്റഗറിയാക്കി സ്പ്ലിറ്റ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ ഫണ്ട് സ്പെൻഡ് ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ കമ്പനി മുമ്പോട്ട് പോകും.